വളരെ ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സഭയുടെ അന്മായ ട്രസ്റ്റി റോണി വർഗീസ് അബ്രഹാമിനെ സ്വാഗതം ചെയ്തു. അത് ഇപ്പൊ ആശംസയാണ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റിയും ഈ ഇടവകയെ ഏറ്റവും പ്രേമത്തോടെയും ദൈവാശ്രയത്തോടെയും നയിക്കുന്ന ഇടവ വികാരി കൂടിയായിരിക്കുന്ന അമീലച്ചൻ, ദേശത്ത് പ്രവർത്തകരായ ഒരുപിടി വൈദികർ, ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി, ഈ സ്വാതസദ്യ ഏറ്റവും സ്നേഹത്തോടെയും കരുതലോടെയും നേതൃത്വം കൊടുക്കുന്ന ഭക്ഷണം വിളമ്പുന്നതുൾപ്പെടെ ഈ പെരുന്നാളിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, സ്നേഹത്തോടെ നല്ലവരായ നാട്ടുകാരെ, ഇവിടെ സ്വീകരിക്കുന്ന ഇടവകയുടെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ സദ്യയിൽ സ്വാതസദ്യയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവര്, പരിശുദ്ധനായ ആ പുണ്യവാന്റെ അനുഗ്രഹത്തിന്റെ പ്രഭയുടെ സാധ്യതകൾ അന്വേഷിച്ചാണ് നാം എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നത്. ഇത് കേവലം ഒരു ഭക്ഷണമല്ല, ഇത് പരിശുദ്ധനായ പിതാവിന്റെ ഓർമ്മയിൽ നാം മധ്യസ്ഥതയിൽ യാചിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ഒരു നേർച്ച സദ്യയാണ്. ഇത് കേവലം ഒരു ഭക്ഷണമല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയും അനുഗ്രഹത്തിന്മേൽ യാചിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന ഒരു സദ്യയാണ്. ഇത് അനേകർക്ക് വിളിച്ചാൽ വെളിപ്പെടുത്തുന്ന പിതാവ്, ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് കൂട്ടായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ, തണലായിരിക്കട്ടെ. വേദനിക്കുന്നവരുടെയും പ്രയാസപ്പെടുന്നവരുടെയും മധ്യസ്ഥനായ പരിശുദ്ധ പിതാവ്, ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും കൂടെയായിരിക്കട്ടെ. ഇത്രത്തോളം ഓരോ വർഷവും ജനസമുദ്രമാണ് ഇവിടെ കടന്നു വരുന്നത്. അവരെ എല്ലാം ഏറ്റവും ദൈവാശ്രയത്തോടെ സ്വീകരിക്കുവാനും പ്രാർത്ഥനയോട് പിതാവിന്റെ മധ്യസ്ഥതയിൽ യാചിച്ചുകൊണ്ട് കരുതുവാനും ഈ ഇടവക ഏറെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളെ സഭയുടെ അൽമായ ട്രസ്റ്റ് എന്ന നിലയിൽ പ്രാർത്ഥനയോടെ ഓർമ്മിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു, സ്നേഹത്തോടെ കരുതുന്നു. നിങ്ങളുടെ ഈ സമൂഹത്തിന്റെ പ്രാർത്ഥന, ഈ സമൂഹത്തിന്റെ കരുതൽ ഇടവകയ്ക്കുണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കേവലം ഒരു ഭക്ഷണമല്ല, അത് ഒരു കൂട്ടായ്മയാണ്, സാഹോദര്യമാണ്, സഹവർത്തിത്വമാണ്. സഹവർത്തിത്തോടെയും സാഹോദര്യത്തോടെയും പ്രാർത്ഥനയോടെയും ഒന്നായി ഒരു സമൂഹമായി ഈ ദേശത്തിന്റെ വിളങ്ങായി അനുഗ്രഹമായി ഈ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാം. ദൈവാനുഗ്രഹം നമുക്കെല്ലാവർക്കും കൂട്ടായിരിക്കട്ടെ.